കൗമാരക്കാരുടെ സോഷ്യൽ ആങ്സൈറ്റി, അതായത് സമൂഹത്തിൽ ഇടപഴകുമ്പോൾ വരുന്ന പേടിയും ഉത്കണ്ഠയും, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പാരന്റിംഗ് സ്റ്റൈൽ ഇതിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതുമാണ്. ടീനേജ് അല്ലെങ്കിൽ കൗമാരക്കാലം വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. കുട്ടികളിൽ അവരുടെ ആത്മവിശ്വാസവും വ്യക്തിത്വവും രൂപപ്പെടുന്ന സമയമാണ് ടീനേജ്ഹുഡ്. ഈയിടെയായി യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ നടത്തിയ പുതിയൊരു പഠനം വ്യക്തമാക്കുന്നത് മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും സ്വീകരണവും കുട്ടികളിലെ സോഷ്യൽ ആൻസൈറ്റി കുറയ്ക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അമിത നിയന്ത്രണം, ഓവർ കൺട്രോളിംഗ്, അതുപോലെ തന്നെ അതിന്റെ റിസൾട്ടായിട്ട് വരുന്ന കുറ്റബോധം, ഇല്ലേ, കുട്ടികളിൽ ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാക്കുന്നത്, കുറ്റബോധം ഉണർത്തൽ, അനാവശ്യ പ്രതീക്ഷകൾ അവരുടെ മേൽ ഭാരമായി വെച്ചു കൊടുക്കുന്നത്, ഇതെല്ലാം, അതുപോലെ തന്നെ ഓവർ പ്രൊട്ടക്റ്റീവ്നെസ് എന്ന് പറയുന്ന ഓവർ കെയറിങ് ആൻഡ് പ്രൊട്ടക്റ്റീവ്നെസ്, ഇവ കുട്ടികളിൽ ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ നിന്നുള്ള ഒരു പഠനം വ്യക്തമാക്കുന്നത്. അമ്മയുടെ നിയന്ത്രണാധികമായ പെരുമാറ്റം, മദേഴ്സിന്റെ ഓവർ കൺട്രോളിംഗ് ബിഹേവിയർ കൗമാരക്കാരിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതായി ആ പഠനം കണ്ടെത്തിയിട്ടുണ്ട്. അമ്മമാർ സാധാരണയായി കുട്ടികളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനാലാകാം എന്നുള്ളൊരു അസംഷനും ആ പഠനം പറയുന്നുണ്ട്. അതിന്റെ കാര്യം, അച്ഛന്റെ പങ്ക് വളരെ പ്രധാനം തന്നെയാണ് എന്നും ആ പഠനം പറയുന്നുണ്ട്. അതായത് പ്രോത്സാഹനം കൊടുക്കുന്ന അല്ലെങ്കിൽ സമയം ചെലവഴിക്കുന്ന, പിന്തുണ നൽകുന്ന ഒരു അച്ഛൻ കൗമാരക്കാരുടെ ആത്മവിശ്വാസവും മാനസികാരോഗ്യവും വളർത്താൻ വലിയ സഹായം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് അത്യധികം നിയന്ത്രണവും അതിയായ സ്വാതന്ത്ര്യവും രണ്ടും തന്നെ കുട്ടികൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. രണ്ടും പ്രയാസം സൃഷ്ടിക്കും. കുട്ടികൾക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് മാർഗനിർദ്ദേശം നൽകുക എന്നുള്ളതാണ്. ഗിവ് ഗൈഡൻസ് എന്നുള്ളതാണ്. അവരുടെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള ഓട്ടോണമി കൊടുക്കുകയും ചെയ്യണം. ബട്ട് അറ്റ് ദ സെയിം ടൈം വി നീഡ് ടു ഗിവ് ഗൈഡൻസ്. ഓവർ കൺട്രോളിങ്ങും പാടില്ല. അപ്പൊ ഇതിന്റെ ഇടയിലായിരിക്കണം നമ്മളുടെ പാരന്റിംഗ് സ്റ്റൈൽ വരേണ്ടത്. ലവ് ആൻഡ് ലിമിറ്റ്സ്, സ്നേഹവും അതുപോലെ തന്നെ അതിർവരമ്പുകളും ടുഗദർ ആയാലാണ് കൗമാരക്കാർക്ക് സുരക്ഷിതത്വവും ആത്മവിശ്വാസവും ഒരുമിച്ച് ലഭിക്കുന്നത്. അതിനാൽ സ്നേഹത്തോടും കരുതലോടും കൂടി ശരിയായ പരിധികളും ബൗണ്ടറീസും ഫ്രീഡവും സ്വാതന്ത്ര്യവും നൽകാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം.